ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണിമ മിസ് ആണ്. അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്പേസിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ. ഇന്ത്യയുടെ സ്പേസ് എക്സ്പ്ലോറേഷനെ കുറിച്ചും അതേപോലെ തന്നെ കൃത്രിമ ഉപഗ്രഹങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് മിസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിന്നതാണ്. എന്നാണ് ദേശീയ ബഹിരാകാശ ദിനം എന്നുള്ളതാണ്. അപ്പൊ എന്നാണ് ദേശീയ ബഹിരാകാശ ദിനം? മക്കളൊന്ന് ആൻസർ പറഞ്ഞ് ആർക്കെങ്കിലും അറിയുമോ? നാഷണൽ സ്പേസ് ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻസർ ഓഗസ്റ്റ് 23 എന്നുള്ളതാണ് കേട്ടോ. ഓഗസ്റ്റ് 23. അപ്പൊ എന്തുകൊണ്ടാണ് ഓഗസ്റ്റ് 23 നമ്മൾ സെലക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചാന്ദ്രയാനെ കുറിച്ച് പഠിക്കാനില്ലേ? എന്താണ് ചാന്ദ്രയാൻ? ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യമാണ് അല്ലെ. ലൂണാർ മിഷൻ ആണ് ചാന്ദ്രയാൻ എന്ന് പറയുന്നത്. അപ്പൊ ചാന്ദ്രയാൻ 1 ഉണ്ട്, ചാന്ദ്രയാൻ 2 ഉണ്ട്, ചാന്ദ്രയാൻ 3 ഉണ്ട്. അപ്പൊ ചാന്ദ്രയാൻ 3 നമ്മുടെ ചന്ദ്രനിൽ ലാൻഡ് ചെയ്ത ഡേ ആണ് ഓഗസ്റ്റ് 23 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ മിഷൻസും അതുപോലെ തന്നെ ആ മിഷന്റെ ഒബ്ജക്റ്റീവ് ഏതാണെന്നുള്ളതും. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മംഗൾയാൻ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ മംഗൾയാൻ? നിങ്ങൾ എന്തായാലും അല്ലെ ഹിന്ദി പഠിക്കുന്ന മക്കൾ തന്നെയാണ്. ഇപ്പൊ രവിവാർ, സോമവാർ, മംഗൾവാർ എന്നിങ്ങനെ പഠിക്കുന്നില്ലേ? അപ്പൊ മംഗൾ എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് ബന്ധമുള്ളത്? ചൊവ്വ എന്നുള്ള ഡേയുമായിട്ടല്ലേ. ഇപ്പൊ ഇന്ത്യയുടെ ചൊവ്വ എക്സ്പെഡീഷൻ അഥവാ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ആദിത്യ L1. മറന്നു പോവരുത്, ഇന്ത്യയുടെ സൗര ദൗത്യമാണ് ആദിത്യ. നമ്മൾ ആദിത്യൻ എന്ന് മലയാളത്തിൽ പറയുന്നത് ആരെയാ? സൂര്യനെ അല്ലേ. അപ്പൊ ഇന്ത്യയുടെ സൗര ദൗത്യമാണ് ആദിത്യ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ ബഹിരാകാശത്തേക്ക്. എന്തുകൊണ്ടാണ് ഈ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, സ്പേസ് എക്സ്പെഡീഷൻ ആണ്. അതായത് മനുഷ്യനെ ബഹിരാകാശത്ത് കൊണ്ടുപോകാനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ്. മനുഷ്യനെ ബഹിരാകാശത്ത് കൊണ്ടുപോകാനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് നമ്മൾ ഗഗൻയാൻ എന്ന് പറയുന്നത്. അപ്പൊ ഗഗൻയാനിലുള്ള ആളുകളെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. പ്രശാന്ത് ബാലകൃഷ്ണൻ, ശുഭാംശു ശുക്ല, ഇങ്ങനെ തുടങ്ങിയ ആളുകളാണ് പോകുന്നത്. ഇതിൽ ശുഭാംശു ശുക്ലയാണ് ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് പോകുന്ന വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ബഹിരാകാശങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെ, ബഹിരാകാശ ദൗത്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത ഒരു പേരാണ് വിക്രം സാരാഭായ് എന്നുള്ളത് അല്ലെ. വിക്രം സാരാഭായ്. ആരാണ് ഈ വിക്രം സാരാഭായ്? ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം. ഇന്ത്യൻ ബഹിരാകാശ ദൗത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ് ആണ്. ഹി പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡെവലപ്പിംഗ് ഇന്ത്യസ് ഇൻഡിജീനസ് സ്പേസ് ടെക്നോളജീസ്. അപ്പോൾ വൺ വേർഡിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം ആരാണ്? വിക്രം സാരാഭായ് ആണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എവിടെയാണെന്ന് ചോദിക്കും. അതെവിടെയാണ്? തിരുവനന്തപുരത്താണ് അല്ലെ. തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രയാൻ 3 ഇല്ലേ, ചന്ദ്രയാൻ 3 2 ഭാഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്, റോവറും ലാൻഡറും. ഇതിലെ ലാൻഡറിന്റെ പേര് എന്ന് പറയുന്നത് വിക്രം എന്നാണ് കേട്ടോ. ലൂണാർ ലാൻഡറിന്റെ പേര് വിക്രം എന്നാണ് ചന്ദ്രയാൻ ദൗത്യത്തിൽ. അത് എന്തുകൊണ്ടാണ് നമ്മൾ ആ പേരിട്ടത്? അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് വഹിച്ച വ്യക്തിയാണ് വിക്രം സാരാഭായ് അല്ലെ. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചന്ദ്രയാന്റെ ലാൻഡറിന് എന്ത് പേരിട്ട് വിക്രം എന്നുള്ള പേരിട്ട് കൊടുത്തത്. അതിനൊരു റോവർ ഉണ്ട്. ആ റോവറിന്റെ പേര് പ്രഗ്യാൻ എന്നുമാണ്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലേ നമ്മൾ പഠിച്ചത്. അതുപോലെ തന്നെ നിങ്ങളോട് ചോദിക്കും ശ്രീഹരിക്കോട്ട ഏത് സയന്റിസ്റ്റിന്റെ പേരിലാണെന്നല്ലേ. അപ്പൊ അത് ഏതാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആണ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വൺ വേർഡ് കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം സാറ്റലൈറ്റ് ഏതാണെന്ന് ചോദിക്കാം അല്ലെ. ഏതാണ്? ആര്യഭട്ടയാണ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണെന്ന് ചോദിക്കും. അത് എജുസാറ്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? തയ്യാറെടുക്കുക. അടിപൊളിയായിട്ട് പഠിക്കാൻ. നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ വെരി ബെസ്റ്റ്.